കാലത്ത് വാണിമേലും പരിസരങ്ങളൊക്കെ ഈ മലയോര പ്രദേശങ്ങളൊക്കെ വളരെ നന്നായി അധികം കണ്ടുവന്നിരുന്നൊരു സമ്പ്രദായമായിരുന്നു മൂരിവെപ്പ്. അന്ന് ചെറുപ്പകാലത്തൊക്കെ ഈ മൂരിവെപ്പ് കാണാൻ വേണ്ടിയിട്ട് ഒഴുകുക കാണാൻ വേണ്ടി കൃഷിപ്പണി എടുക്കുന്ന ആളുകൾ കാണാൻ വേണ്ടി അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പറമ്പിലൊക്കെ പോയി നിന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് കാർഷിക രംഗത്ത് ആളുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു കാണാ കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ന് തൊട്ടടുത്ത് തന്നെ പറമ്പിൽ ഇതുപോലൊരു അനുഭവം കാണാനിടയായത്. ഈ മൂരിവെപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ കാളകളെ ഉപയോഗിച്ചുകൊണ്ട് കൃഷിപ്പണി ചെയ്യുന്ന നിലം ഉഴുതുമറിക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് ഒക്കെ ഒരു ചെറു വീഡിയോ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. ആ മൂരികളോട് ഈ കർഷകർ സംസാരിക്കുന്ന ഭാഷകളൊക്കെ മൂരികൾക്ക് അല്ലെങ്കിൽ ഈ കാളകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലാകുന്നത് പോലെ അവർ പെരുമാറുന്നു. പന്ത്രണ്ട് വർഷത്തിലേറെയായി ഈ ഒരു മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തേനങ്കണ്ടി കുമാരനാണ് എൻ്റെ കൂടെയുള്ളത്. ഞാൻ 10-12 വയസ്സിൽ തുടങ്ങി. അനുഭവം ഇത് നല്ല കൃഷിപ്പണിയായത്. ഇതിപ്പോൾ ആരും എടുപ്പിക്കുന്നില്ല, വളരെ ദുർലഭം. ഇപ്പം മൊയ്തിൻ്റെ അവിടെ മൊഴിയുള്ളൂ. കണ്ണാ തലീൻ്റെ ഇരുത്തുണ്ട്, അതിലെല്ലാം ഒഴിവാക്കി വെക്കൂല. പറമ്പത്താരും പണിയെടുപ്പിക്കുന്നില്ല. ഇപ്പോൾ പറമ്പത്താരും പണിയെടുപ്പിക്കുന്നില്ല. എങ്ങനെ കുറഞ്ഞ എന്തെന്നാണ് ചോദിച്ചറിയും. കുറഞ്ഞത് ആരും എടുപ്പിക്കുന്നില്ല. പുതിയ തലമുറ പണിയെടുപ്പിക്കുന്നില്ല. പഴയ തറമ്മിൽ എടുപ്പിക്കുന്നില്ലല്ലോ. അതുപോലെ മൊഴിയൊന്നുമില്ല. അങ്ങനെയുള്ള നാട്ടിലുള്ള സംഭവം. പിന്നെ പറഞ്ഞാൽ 2, 3 ആല് 6 ആല് കെട്ടിയാലെല്ലാം വെക്കുന്നത് ഇപ്പം ഒറ്റ ചാല വെക്കുന്നുള്ളൂ. 2 ആല് മാത്രം. 6 ആലെല്ലാം വെക്കുന്ന ഉണ്ട്. ഇവിടെ വാണിയിൽ ഒരുപാട് മൂരിയുള്ള കുറേ ഉണ്ട്. കാനമ്പത്ത അയിലിൻ്റെ അവിടെ കന്നോത്തെ പിന്നെ കവൂര് ഔദാജിലുള്ളവരുള്ള കണ്ണോത്ത് അരക്കണ്ടിയിൽ കണ്ണോത്ത് 2 കോടി മൂരികളുണ്ട്. അരക്കണ്ടിയിൽ എല്ലാം വണ്ടി ഊരി ഉണ്ടായിരുന്നു. പാണിയിൽ വണ്ടി ഊരി ഞാൻ കണ്ടിക്ക് പണിയിലുണ്ടായിരുന്നു. മൂരി വണ്ടി പിന്നെ ഇവിടെ അടുത്ത പേര് നിന്നുള്ളിൽ ആൽത്താണ്ടിയിലെല്ലാം മൂരികളുണ്ടായിരുന്നു. ആൽത്താണ്ടിയിൽ ഒരുപാട് മൂരി ഉണ്ടായിരുന്നു. അന്തിനും അമ്മതാജി മരിക്കോളം വണ്ടിയും മൂരികളുണ്ടായിരുന്നു. ഓലിക്ക് ഓലെ സ്വന്തം പറമ്പ തന്നെ വെക്കും. ഇഷ്ടം പോലെ ഉണ്ടാവും. പുറത്ത് വെക്കണ്ട ഓലിക്കൊന്നും. അന്ന് വയല് പോവും. ബാണിയിൽ വയലുണ്ട്. മണത്താൻ കാപ്പം തൊട്ടിട്ട് ബാണിയിൽ അങ്ങനെ തണ്ടാത്തത്തായ വരെ വയലിൽ പോലുണ്ടാവും. ഓരോ ആളുണ്ടാവും. കാനം പറ്റത് തട്ടാങ്കണ്ടീൻ്റെ പിന്നെ മുല്ലേൻ്റെ അടുത്ത പോലെ ഒരുപാട് വയലെല്ലാം വെക്കുന്നുണ്ട്. വയൽ നമ്മൾ വെച്ചിട്ടില്ല, അല്ല നമ്മൾ അച്ഛന്മാർ വെച്ചിട്ട്. ഞാൻ 10-12 കൊല്ലത്തിന് വിലയായി മൂരിപ്പണി എടുത്ത്. ആദ്യം ഞാൻ എടുക്കുമ്പോൾ 50 ഉറുപ്പ്യ ഉള്ളൂ. ഇപ്പോൾ 650, 1600. മുമ്പ് കാലത്ത് 3 ഉറുപ്പ്യ ഉള്ളു മൂരി വെച്ചാൽ. എൻ്റെ അച്ഛനെല്ലാം പഠിക്കുന്ന കാലത്ത്. അച്ഛൻ്റെ ഒരു പൊക്കെ തേനങ്കണ്ടി പൊക്കെ ഓരോ കേക്കല്ലേ മൊസാജിൻ്റെ മൂരി. വളരെ നേരത്തെയാണ് മൂരി വെക്കല്. 5 മണിക്കെല്ലാം വന്നിട്ട് അത് തന്നെ. ഇപ്പം അങ്ങനെ വരുവാനാവൂല. ഇപ്പം 5 മണിക്ക് വരും സംഗതി. സെറ്റ് വാസിന് വരും. 9-10 മണിക്ക് അയക്കൂ. പണ്ട് കാലത്തെ മൂലിക വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പത്തെ എൻ്റെ ഉപ്പേലും മൂലി വെക്കുവരും. അന്ന് കാര്യമായ ബിസിനസ്, കാര്യമായ ബിസിനസ് വാണിയുള്ളത്. വാണിയിൽ അധിക വീട്ടിലും മൂലി ഉണ്ടാവും. വണ്ടി മൂലി ഉണ്ടാവും, ഇങ്ങനെ ഊന്ന മൂലികളുണ്ടാവും. ഇതെല്ലാം ഇവിടെ തന്നെ വളർത്തി വലുതാക്കുന്ന മൂലികളുണ്ട്. അങ്ങനെ ചെറുപ്പത്തെ കൊണ്ട് വളർത്തിച്ച് ഇവിടെ തന്നെ മൂലി ഊന്ന മൂലികളുണ്ടായിരുന്നു. പിന്നെ ഇത് കാലം കഴിഞ്ഞാൽ, മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ഇതിനെ വലയിലാക്കി വിടും. അവിടെ പിന്നെ രണ്ടാമത് പിടിക്കും. സ്വന്തം വളർത്താതെ ഉണ്ടാക്കുക. പിന്നെ അത്യാവശ്യം നോക്കുക ആൾക്കാരുണ്ടാവും.
അതിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കുന്ന. പിന്നെ ആ ചാണകം മറ്റും ലൈറ്റ് അവിടെ തന്നെ ഉണ്ടാക്കുക. ഉണ്ടാവില്ല. അതുപോലെ കാലം കഴിഞ്ഞ മഴ തുറന്നു പിന്നെ തിരിച്ചും കിട്ടും. പിന്നെ ഇതിച്ച് കൂട്ടും. പണ്ട് കാലത്ത് ഇവിടെ അങ്ങനെ പയ്യന് എല്ലാം പോയിട്ട് അനുഭവങ്ങളൊന്നുമില്ല. മലയിലാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാത്ത ദിവസം തിരിച്ച് കിട്ടുകയും ചെയ്യാം. എങ്കിലും പോയിപ്പോയി അത്യാവശ്യം പോയിക്കിങ്ങനെ ഉള്ളൂ. പിന്നെ സ്വന്തം പറമ്പിലേക്ക് അധികമോ നിലത്ത് ഇങ്ങനെ ഇട്ട് വളർത്തി അവിടെ തന്നെ മൂരി വെക്കുകയും ചെയ്യും, എടുക്കുകയും ചെയ്യും. പിന്നെ വണ്ടി മൂരി അന്നത്തെ കാര്യം. ഇന്നത്തെ ലോറി അന്നത്തെ വണ്ടി മൂരി മലയിൽ തേങ്ങ കൊണ്ടിരുന്നു. മലയിൽ തേങ്ങ ഒരു കൊണ്ടുവരും. ബോഡിയാക്കും. എൻ്റെ പിന്നെ വടകര കൊണ്ടുപോകും. മരം വരെ വലിക്കൊന്ന് അന്ന് മലയിൽ നിന്ന് കണ്ടം കൊണ്ട് കെട്ടുകയും ചെയ്തുകൊണ്ടല്ലേ ഇതിൽ കട്ടിട്ടാൽ മരം കൊണ്ടുവരിക. കിറ്റികൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അധികം വീട്ടിലുണ്ടാവും. ഇവിടെ അറിയപ്പെടുന്ന താലേ മൂരികൾ എല്ലാം തന്നെ. പുറക്കാട്ട് ചന്ത സംബന്ധിച്ചിരിക്കുന്നത്